ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു വാട്ടർമെലൺ കുക്കുംബർ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാട്ടർമെലൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 3.5-4 കപ്പിൻ്റെ അടുത്ത് ഏകദേശം അളവുണ്ടായിരിക്കും ഇത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുക്കുംബറാണ്. ഞാനിവിടെ ഒരു വലിയ കുക്കുംബറിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് ഉണ്ടാവും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ വാട്ടർമെലണും അതുപോലെ കുക്കുംബറും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ മധുരം ചേർക്കാതെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് തേൻ ചേർത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാനിതവിടെ വാട്ടർമെലണും അതുപോലെ കുക്കുംബറും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ കുറച്ച് പുതിനയില ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങ മുഴുവനായിട്ട് എടുത്തതാണ്, അത് പിഴിഞ്ഞ് ഇതുപോലെ അതിൻ്റെ നീരെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം ഒരു 10-15 സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചിട്ട് എടുത്താൽ മതി. മിന്റ് നന്നായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മതിയാവും കേട്ടോ. ഇപ്പം ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചു മാറ്റാം. ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ചിവിടെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിയാ സീഡോ അല്ലെങ്കിൽ ഇതുപോലെ സബ്ജാ സീഡോ ഏത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു 3 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു വാട്ടർമെലൺ കുക്കുംബർ കൂളർ എന്നൊക്കെ പറയാൻ പറ്റുന്ന വാട്ടർമെലൺ കുക്കുംബർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമ്മറിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.